നമസ്കാരം. MS ആംഗിളിൻ്റെയും പൈപ്പിൻ്റെയും തിക് സെക്ഷൻ എങ്ങനെ സ്ട്രെയിറ്റ് സോ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാവും. തുല്യമായ ആംഗിൾ സെക്ഷനിൽ പീസുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. പൈപ്പിൽ പീസുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. MS ആംഗിൾ, പൈപ്സ് എന്നിവയുടെ തിക്ക് സെക്ഷനിലെ സ്ട്രെയിറ്റ് സോക്കുള്ള നടപടിക്രമങ്ങൾ നമുക്ക് പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ താഴെ പറയുന്നവയാണ്: സ്റ്റീൽ റൂൾ, ഫയൽസ്, ട്രൈസ്ക്വയർ, വെർനിയർ ഹൈറ്റ് ഗേജ്, ആംഗിൾ പ്ലേറ്റ്, സർഫേസ് ടേബിൾ, മാർക്കിംഗ് മീഡിയ, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബാൽപീൻ ഹാമർ, ആൻവിൽ, ബെഞ്ച് വൈസ്, ഹാക്സോ ബ്ലേഡ് ആൻഡ് ഫ്രെയിം, മാഗ്നറ്റിക് വി ബ്ലോക്ക്. നമുക്കിനി ടാസ്ക് 1, അതായത് സ്റ്റീൽ ആംഗിളിനു മേലുള്ള ഹാക്സോയിങ്ങിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. റോ മെറ്റീരിയൽ സൈസ് ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് പരിശോധിക്കുക. പാരലിസം ലഭിക്കുന്നതിനായി MS ആംഗിളിൻ്റെ എൻഡുകൾ ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലിസം പരിശോധിക്കുക. MS ആംഗിളിൻ്റെ ഒരു ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. MS ആംഗിൾ ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിനൊപ്പം ലംബമായി വയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 100 mm നീളത്തിലൊരു ലൈൻ മാർക്ക് ചെയ്യുക. ആവശ്യമായ സൈസിലേക്ക് ബാസ്റ്റാർഡ് സ്മൂത്ത് ഫയൽസ് ഉപയോഗിച്ച് ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലിസം ചെക്ക് ചെയ്യുക. MS ആംഗിളിൻ്റെ ഒരു ഫേസിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. MS ആംഗിൾ ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിനൊപ്പം ലംബമായി വയ്ക്കുക. ബേസിൽ നിന്ന് 22 mm, 23.5 mm, 25 mm, 43 mm, 44.5 mm, 46 mm, 61 mm, 62.5 mm എന്നിവിടങ്ങളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ലൈനുകൾ ഒരു ബാൽപീൻ ഹാമറും ഡോട്ട് പഞ്ചും ഉപയോഗിച്ച് ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ഹാക്സോ ഫ്രെയിമിൽ 14 ടീത്ത് പെർ ഇഞ്ചിൻ്റെ ഒരു മീഡിയം കട്ട് ഹാക്സോ ബ്ലേഡ് ഫിക്സ് ചെയ്യുക. ഹാക്സോയിങ് സമയത്ത് പിടിച്ചിരിക്കുന്ന കൈയുടെ ചൂണ്ടുവിരൽ ഹാക്സോ ഹാൻഡിലിൽ സപ്പോർട്ട് ചെയ്ത് പിന്തുണ കട്ടിങ്ങിൻ്റെ ദിശയിലേക്ക് പോയിന്റ് ചെയ്യണം. മറ്റേ കൈ വിങ്നെറ്റിനടുത്തായി ഫ്രെയിമിനെ മുറുക്കി പിടിക്കുക. സോയിങ് വൈസിൻ്റെ ജോസിനടുത്തായി ചെയ്യണം. 23.5 mm, 44.5 mm, 62.5 mm മാർക്ക്ഡ് ലൈനുകളിലൂടെ കട്ട് ചെയ്യുക. സോഡ് സർഫേസുകൾ ബാസ്റ്റാർഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത പീസുകളുടെ സൈസ് പരിശോധിക്കുക. ഒരു ചെറിയ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഡീബർ ചെയ്യുക. ഓയിലിൻ്റെ ഒരു നേരിയ കോട്ട് അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമുക്കിനി ടാസ്ക് 2,
അതായത് പൈപ്പിന്മേലുള്ള ഹാക്സോയിങ്ങിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. റോ മെറ്റീരിയൽ സൈസ് ഒരു സ്റ്റീൽ റൂളർ ഉപയോഗിച്ച് പരിശോധിക്കുക. പാരലിസം ലഭിക്കുന്നതിനായി പൈപ്പിൻ്റെ എൻഡുകൾ ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലിസം ചെക്ക് ചെയ്യുക. പൈപ്പിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. പൈപ്പ് ഒരു സർഫേസ് ടേബിളിന് മുകളിൽ ലംബമായി വയ്ക്കുക. 90 mm നീളത്തിൽ പൈപ്പ് സാവധാനം കറക്കി വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. ആവശ്യമായ സൈസിലേക്ക് ബാസ്റ്റാർഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം ചെക്ക് ചെയ്യുക. പൈപ്പിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. പൈപ്പ് ഒരു സർഫേസ് ടേബിളിന് മുകളിൽ ലംബമായി വയ്ക്കുക. 15 mm, 16.5 mm, 18 mm, 35 mm, 36.5 mm, 38 mm, 59 mm, 60.5 mm നീളങ്ങളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പൈപ്പ് സാവധാനം കറക്കി ലൈനുകൾ മാർക്ക് ചെയ്യുക. 16 mm, 27 mm നീളങ്ങളിൽ മറ്റേ അറ്റത്ത് പൈപ്പ് സാവധാനം കറക്കി വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. പൈപ്പ് മാഗ്നറ്റിക് വി ബ്ലോക്കിന് മുകളിൽ ഹൊറിസോണ്ടലായി വയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ സ്ക്രൈബർ പൈപ്പിന് മുകളിൽ പ്ലേസ് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജിൽ സ്ക്രൈബറിൻ്റെ ഉയരം 25 mm കുറയ്ക്കുക. പൈപ്പിൻ്റെ 16 mm-നും 27 mm-നും ഇടയിലുള്ള തിരശ്ചീന ലൈനുകൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എൻഡിൽ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ഈ ഉയരത്തിൽ മാർക്ക് ചെയ്യുക. 16 mm-നും 27 mm-നും ഇടയിലുള്ള കർവ്ഡ് ലൈനുകൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആക്സിയൽ ലൈനുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ലൈനുകളിൽ ഒരു ബാൽപീൻ ഹാമറും ഡോട്ട് പഞ്ചും ഉപയോഗിച്ച് ഒരു മെറ്റൽ പ്ലേറ്റിന് മുകളിൽ വെച്ച് പഞ്ച് ചെയ്യുക. ജോബ് ഒരു ബെഞ്ച് വൈസിൽ ഓൾഡ് ചെയ്യുക. ഹാക്സോ ഫ്രെയിമിൽ 24 ടീത്ത് പെർ ഇഞ്ചിൻ്റെ ഒരു മീഡിയം കട്ട് ഹാക്സോ ബ്ലേഡ് ഫിക്സ് ചെയ്യുക. 16.5 mm, 36.5 mm, 60.5 mm മാർക്ക് ചെയ്ത ലൈനുകളിലൂടെ കട്ട് ചെയ്യുക. TPI ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ആംഗുലർ ലൈനിലൂടെ നേരെ കട്ട് ചെയ്യുക. ബാസ്റ്റാർഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത പീസുകളുടെ സൈസ് പരിശോധിക്കുക. ഒരു ചെറിയ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഡീബർ ചെയ്യുക. ഓയിലിൻ്റെ ഒരു നേരിയ കോട്ട് അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. ഈ എക്സർസൈസിൻ്റെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കട്ട് ചെയ്യേണ്ട ഷേപ്പും മെറ്റീരിയലും അനുസരിച്ച് കൃത്യമായ പിച്ച് ബ്ലേഡ് തിരഞ്ഞെടുക്കുക. സോയിങ് സമയത്ത് 2 അതിലധികമോ ബ്ലേഡ് ടീത്തുകൾ മെറ്റൽ സെക്ഷനിൽ സമ്പർക്കം പുലർത്തണം. രൂപമാറ്റം സംഭവിക്കുന്നതിനാൽ പൈപ്പ് വൈസിൽ അമിതമായി ടൈറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. അമിത വേഗത്തിൽ കട്ട് ചെയ്യരുത്. സാവധാനം കട്ട് ചെയ്യുക. കട്ടിംഗ് സമയത്ത് പ്രഷർ കുറയ്ക്കുക.
നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. തുല്യമായ ആംഗിൾ സെക്ഷനിൽ പീസുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. പൈപ്പിൽ പീസുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് MS ആംഗിളിൻ്റെയും പൈപ്പിൻ്റെയും തിക്ക് സെക്ഷൻ എങ്ങനെ സ്ട്രെയിറ്റ് സോ ചെയ്യാം എന്നതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.